മാമ ആ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ ഇത് പറയാനാണ് മാമ. എന്റെ കെട്ടിയവന്റെ കാര്യം ഞാൻ ആലോചിച്ചതാണ്. ഇങ്ങനെ ഒരു കഴകത്തില്ലാത്ത മനുഷ്യൻ. ചക്ക പറഞ്ഞാൽ ചുക്ക് മേടിച്ചോണ്ട് വരും, തേങ്ങ പറഞ്ഞാൽ മാങ്ങ മേടിച്ചോണ്ട് വരും. ഒരു വക നോക്കിക്കണ്ട് മേടിക്കാൻ അറിയാൻ പാടില്ല. ഒരു സെലക്ഷനും ഇല്ലാത്തൊരു മനുഷ്യൻ. ഇടി നീ അങ്ങനെ അവനെ കുറ്റം പറയരുത്. നിന്റെ ഭർത്താവാണവൻ, നിന്നെ കെട്ടിയവനാണവൻ, നിന്റെ കാര്യങ്ങൾ നോക്കുന്നവനാണവൻ. അതിലുപരി അവന്റെ സെലക്ഷനാണ് നീ എന്നും കൂടി ഓർത്തിട്ട് വേണം നീ അവനെ കുറ്റം പറയാൻ. എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ? രൂപ 400 ഇന്ന് രാവിലെ ഞാൻ എടുത്ത് കൊടുത്താണ് അങ്ങേരുടെ കയ്യിൽ. ഇച്ചിരി ഇറച്ചി മേടിച്ചോണ്ട് വന്ന് പറഞ്ഞു. മേടിച്ചോണ്ടൊന്നില്ലേ? ഓ മേടിച്ചോണ്ട് വന്ന് ഇത് അവിടെ നാട്ടിയായിട്ട് കൊണ്ടുപോകാനെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. ഞാൻ അപ്പുറത്ത് പലരൊക്കെ കൂടെ കൊണ്ടുപോയി തൂക്കി നോക്കി. അപ്പൊ എന്താ 150 ഗ്രാം കുറവ്, 850 ഉള്ളു. അത് മറ്റേ ഇറച്ചി വീട്ടുകാരൻ എന്തെങ്കിലും മറുമായം കാണിച്ചത് കാണും. അയ്യാ അല്ലാതെ മാമന്റെ അനന്തരക്കാരൻ കള്ളത്തരം കാണിച്ചതല്ല. ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ, അവൻ ഇറച്ചി മേടിക്കാൻ പോയത് വണ്ടി കാണാൻ നടന്നാണോ പോയത്? ആ ജംഗ്ഷൻ വരെ പോണേ എന്തിനാണ് മാമ വണ്ടി? നടന്നു പോയി. നടന്നല്ലേ പോയത്? എടി നടന്നാ തൂക്കം കുറയും. 68 കിലോനുണ്ടായിരുന്നു ഞാൻ. ഡോക്ടർ എന്നോട് പറഞ്ഞു 2 ആഴ്ച നടക്കാൻ. ഞാൻ 2 ആഴ്ച നടന്നു കഴിഞ്ഞപ്പോൾ 4 കിലോനാണ് പറഞ്ഞത്. ഇതിപ്പോ അവൻ ഇപ്പൊ ഇറച്ചി മേടിക്കാൻ പോയപ്പോ 150 ഗ്രാം അല്ലേ കുറഞ്ഞത്. എന്നതാടി ഇത്? എടി വിശ്വസിക്കടി. അവൻ എൻ്റെ അനന്തരവനാണെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അവൻ നല്ലതേ ചെയ്യൂ. നല്ലതേ അവൻ ആ ഒരു സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയണത്. വിശ്വസിച്ചു. ഇതാ ചേട്ടന്റെ അമ്മ. കനകമ്മയുടെ മോളാണ്. കടലമ്മയുടെ മോള ആദ്യമായിട്ട് കാണുകയാണ്. എന്റെ മാമ കടലമ്മയല്ല, അപ്പുറത്തെ കനകമ്മയുടെ മോളാണെന്ന്. നമ്മുടെ കനകമ്മ. എന്താ മോളുടെ പേര്? ഹരിത. 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 ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആരാലും ചോദിച്ചു പോകും. അരി ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കണി. അരി ഉണ്ടാക്കി കൊടുക്കാൻ അവള് അരി ചോദിച്ചില്ലല്ലോ. അവള് ഹരിത എന്ന് പറഞ്ഞില്ലേ? അയ്യോ അരിന്നല്ല പറഞ്ഞ ഹരിത. ഹരി എന്റെ പേര് ഹരിത. 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 ഞാൻ കേക്കണത് ഹരിത ഹരിത എന്നാണ് കേക്കണത്. എന്താ പെണ്ണിന് കല്യാണമൊക്കെ ഇരിക്കാൻ മാമ. നല്ല കാര്യം. പ്രായപൂർത്തിയായ പെണ്ണല്ലേ, കല്യാണം കഴിച്ചാൽ അതിന്റെ ബാധ്യത അവരുടെ വീട്ടുകാർ ഒഴിക്കണമെന്നൊക്കെ അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടത്തി കൊടുക്കണം. കല്യാണം എന്ന് പറയുന്നത് ഒരു യോഗമാണ്. അതെ അതെ അതെ. ചെറുക്കൻ എന്താ മോളെ ജോലി? ചെറുക്കൻ ജോലി ഒന്നും ആയില്ല മാമ. അതേ ഉള്ളൊരു ഒറ്റ കുഴപ്പം, വേറെ ബാധ്യതയൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ ഉണ്ടാ? ആ അച്ഛനമ്മയൊക്കെ ഉണ്ട്. അച്ഛനും ചെയ്യണപ്പ? അച്ഛൻ കിടപ്പാണ്, വേറെ ബാധ്യതയൊന്നുമില്ല. അമ്മക്ക് ജോലി വല്ലതും ഉണ്ടാ? അച്ഛനെ നോക്കണ കാരണം അമ്മക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. വേറെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആൻഡ് അങ്ങനെ ഇളയത്തങ്ങള് 4 പെൺപിള്ളേരുണ്ട്. വേറെ 4 പെൺപിള്ളേര്, വേറെ ബാധ്യതയൊന്നുമില്ല. സ്വന്തമായിട്ട് വീട് വല്ലതും ഉണ്ടാ? വീട് വിറ്റിട്ടല്ലേ മാമ അച്ഛനെ ചികിത്സിച്ചത്. ഇപ്പൊ വാടക വീട്ടിലാണ്. വേറെ ബാധ്യതയൊന്നുമില്ല. അറേഞ്ച് ചെയ്താണോ അല്ലെങ്കിൽ പ്രേമമാണോ? പ്രേമം, മുടിഞ്ഞ പ്രേമല്ലായിരുന്നു. ഈ പെണ്ണിന് അവനെ മദ്യം കൊണ്ട് ഒറ്റ കാലേ നിപ്പല്ലായിരുന്നു. പ്രേമം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാക്കനെ കണ്ടാലും ഡീക്കുവാണെന്നേ തോന്നുന്നു. അത് അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രേമത്തിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കൈയും കാലും മൂക്കും ഒന്നുമില്ല. എന്നാണ് മോളെ കല്യാണം ഒന്നടി? അടുത്ത ആഴ്ചയാണ്. ഓ അപ്പൊ ഇനി അധികം ദിവസം ഇല്ലല്ലോ, പെട്ടെന്നാണല്ലോ. കല്യാണം ഒരുക്കങ്ങളൊക്കെ ആയാ? വാട്സപ്പും ഫേസ്ബുക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. ഇനി മൊബൈൽ നമ്പറും കൂടി ഒന്ന് മാറിയാ എല്ലാം ഓക്കെ ആയി. ചേച്ചി ഫോണൊന്ന് തരുമോ? അല്ല നിന്റെ ഫോൺ എന്ത്? എന്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. എന്റെ ഫോണിന് ഓണാക്കാൻ പറ്റണില്ല. ഈ ഹായ് ഹൂയി മെസ്സേജാണ്. ഇവന്മാരോടൊക്കെ മറുപടി പറയാൻ എനിക്ക് പറ്റുമോ? മോളെ ശ്രദ്ധിക്കണോട്ടെ. കല്യാണം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പൊതുജീവിതത്തിലേക്ക് കടന്നു പോണേണ്. നമ്മളെ ഹായ് ഹൂയി വിളിക്കാൻ ഒരുപാട് പൂവാലന്മാരുണ്ടാവും. ജീവിതത്തിന്റെ ഭദ്രത എപ്പോഴും നോക്കണം. നീ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കടി. ഹലോ രമേശേ, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഇനി പണ്ടത്തെ പോലെ പാതിരാത്രി ഇരുന്ന് വീഡിയോ കോൾ ചെയ്യാനും മെസ്സേജ് വിടാനൊന്നും ഇനി ഞാൻ ഉണ്ടാവില്ല. എൻ്റെ ഉള്ളിൽ നിന്നല്ല ഞാൻ മറന്നു. രമേശും എല്ലാം മറക്കണം. ഇനി എന്നെ ഒരു സഹോദരിയെ പോലെ മാത്രമേ കാണാൻ പാടുള്ളൂ. ഞാൻ രമേശല്ല, സുരേഷാണ്. രമേശല്ല സുരേഷാണെന്നാ? ഇതിപ്പോൾ ഏതായാലും സുരേഷ് എല്ലാം കേട്ടല്ലോ. രമേശിനോട് കാണുമ്പോൾ ഒന്ന് പറഞ്ഞേക്ക്. പിന്നെ രമേശിനോട് പ്രത്യേകം പറയണം, ആ സാബുവിനോടും കൂടി ഒന്ന് പറയാൻ. ബാക്കിയുള്ളവന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കാരും ചതിക്കാൻ ഇഷ്ടമല്ലേ, അതുകൊണ്ടാ. അത് കൊള്ളാം.
രാവിലെ 8 മണിയായിട്ട് മാമൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? പ്രായമുള്ള മനുഷ്യരല്ലേ, എഴുന്നേക്കാൻ താമസം. വിളിച്ചേ മാമാ, എഴുന്നേറ്റ്. മണി 8ആയി. എന്തുറക്കാണ്? ഇന്നലെ രാവിലെ ഞാനൊരു 10-10:30 വരെ ഇങ്ങനെ ഇരുന്ന്, പിന്നെ 1 മണി വരെയും ചാറ്റായിരുന്നു. ഭയങ്കര ചാറ്റമഴയല്ല, ചാറ്റായിരുന്നു വാട്സപ്പ് വഴിയെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് ഉറക്കം തുടങ്ങിയത്. 4 മണി കഴിഞ്ഞപ്പോ ഉറക്കം വന്നതിന് മുമ്പ് ഞാൻ മൂത്രമൊഴിച്ചിട്ട് പിന്നെ കിടന്നു, പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. നിങ്ങൾ എവിടെ പോയപ്പോ? അമ്പലത്തിൽ പോയി. എന്നെന്താ പ്രത്യേകിച്ച്? എന്റെ പിറന്നാളാണ്. ഓ, മോളുടെ പിറന്നാളാണെന്ന്. പൈസ എത്രയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു മാമ. അമ്പലത്തിൽ പോയി വന്ന വഴിക്ക് വല്ലതും കഴിച്ചാ മോളെ? ഞാൻ അമ്പലത്തിൽ എന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചു. നന്നായി വരും. ഞാൻ കണ്ടത് രാപ്പച്ചന്റെ കടയിൽ നിന്ന് ഒരു പുട്ടും മുട്ടക്കറിയും കഴിച്ചു. അപ്പൊ അതല്ലേ വിചാരമുള്ളൂ. അപ്പൊ കഴിക്കാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ ഇനി. മാമനൊന്നും കഴിച്ചില്ലേ? അല്ല, അത് കുഴപ്പമില്ല, റെഡിയാക്കിട്ടില്ല. ഒടുക്കത്തെ ഇംഗ്ലീഷ് ആണല്ലോ മാമൻ. നല്ല മെനി എന്താണ്? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇങ്ങനെ സാധിക്കണല്ലേ? എടാ, പഠിച്ചു കിടക്കണ പ്രായത്തിൽ പഠിക്കണം, അല്ലാണ്ട് മാങ്ങാണ്ടി എറിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അത് കണ്ടാ ലുക്കില്ലെന്നേ ഉള്ളു, അവളമ്മേ വിവരമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങള് മാമ എന്ന് വിളിക്കണത്. മാമ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇന്നലെ ഞാൻ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്ന്, ഒരു പെണ്ണിനോട് എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം അയച്ചു കൊടുത്തപ്പോൾ അവിടെ എനിക്ക് റിപ്ലൈ തന്നു. എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. മാമനോട് ഇംഗ്ലീഷ് അറിയാലോ മാമന്, ഒന്ന് പറഞ്ഞു തന്നെ. പിന്നെ അതെന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതെന്താണ് സംഭവം? ഇതാ, യു ആർ വെരി ഹാൻസം വെൻ യു ക്ലീൻ ഷേവ്. എന്ന് വെച്ചാല് നീ ക്ലീൻ ഷേവ് ചെയ്താൽ ഹാൻഡ്സ് വെച്ചാ കാണുമെന്ന്. അമ്പാനെ ശ്രദ്ധിക്കണേ. അതായിരുന്നു മോളെ, ഒരു ഗ്ലാസ് ചായ എടുക്കണി. ചായ വെച്ചോ. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊരു എനർജി ഇല്ല. എന്നാ ബുദ്ധിയാടി ഇവന്, ഒടുക്കത്തെ ബുദ്ധിയാണ്. ഓ, അതൊക്കെ അവർക്ക് അറിയാവുന്നതായിരുന്നു. മാമനല്ലാത്ത ഒരു മനുഷ്യൻ ഈ അഭിപ്രായം ഈ നാട്ടിൽ പറയൂല. എന്താടി അങ്ങനെ പറഞ്ഞത്? അതിന് മാത്രം കാര്യങ്ങളല്ലേ എന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കണത്. എന്ത് കാര്യം ചെയ്തു കൂട്ടിയാ? എന്റെ കാര്യം ഒന്നും ഓർമ്മയില്ല. മാമൻ കേക്ക്, കല്യാണം കഴിഞ്ഞ 3ന്റെ അന്ന് രാത്രിയിലുണ്ടല്ലോ. ആ കാര്യമൊന്നും എന്നോട് പറയണ്ട, അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യം. എന്റെ പൊന്നു മോളെ, ഞാൻ പിന്നെ വരാട്ടാ. അയ്യോ മാമൻ ഇരിക്ക്. എന്താണ് പറയാൻ പോകുന്നത്? 3ന്റെ അന്ന് രാത്രി സെക്കൻഡ് ഷോക്ക് എന്നെ കൊണ്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ടല്ലോ. അവിടെ ചെന്ന് ആ തിയേറ്ററിനകത്തോട്ട് കേറി ലൈറ്റ് ഓഫ് ആയപ്പോ ഇങ്ങനെ ചെയ്ത കാര്യം എന്താണെന്നറിയോ? എന്റെ പൊന്നു മോളെ, തൊട്ടിട്ടുണ്ടാവും, തോണ്ടിയിട്ടുണ്ടാവും, തുടച്ചു. അതൊക്കെ ഒന്നുമല്ല. ലൈറ്റ് ഓഫ് ആകെ ഇയാളൊരു ഒറ്റ ഉറക്കം. പിന്നെ എഴുന്നേറ്റത് എപ്പോഴാന്നറിയാമോ? ഞാൻ വിളിക്കുമ്പോ ഇന്റർവെല്ലിന്, അതും എന്തെങ്കിലും പോയി കഴിക്കാൻ മേടിച്ചോണ്ട് വാന്ന് പറഞ്ഞപ്പോ. എന്നിട്ട് കഴിക്കാൻ മേടിച്ചോണ്ട് വന്ന എന്താന്നറിയാമോ? ചോറും മീൻകറി. ആരെങ്കിലും തിയേറ്ററിൽ ഇന്റർവെല്ലിന് മേടിച്ചു. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ പ്രസവത്തിന് ഞാൻ അഡ്മിറ്റ് ചെയ്ത്. അപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി സീരിയസ് ആണ്. മനുഷ്യനാ ആശുപത്രിയുടെ പരിസരത്തേ ഇല്ല. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച്, എവിടെയാണ്, വേഗം എമർജൻസി ആയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ല. എന്നിട്ട് വന്ന് വീട്ടിൽ ഇരുന്ന് എമർജൻസി ലാമ്പ് കൊണ്ട് വന്നിരിക്കണം അവിടെ എന്നെ നാണം കെടുത്താനായിട്ട്. പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഇതൊക്കെ ഇപ്പം മാമനോട് വിളമ്പേണ്ട കാര്യം. അടപ്പത്ത് വെച്ച കുക്കറും സ്ത്രീകളോട് പറഞ്ഞ രഹസ്യം ഏതാണ്ട് ഒരുപോലെയാണ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയും. അതൊന്നും മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് മാത്ര കല്യാണത്തിന്റെ അന്ന് കല്യാണ പത്രികയിൽ ഇങ്ങനെ ഒപ്പിട്ടപ്പോ തീർന്നത് എന്റെ മാനം. പിന്നെ എന്റെ ഒപ്പിന് എന്തായിരുന്നു കുഴപ്പം? ഇതാണ് കുഴപ്പമെന്നാ. ഇങ്ങനെ ഒപ്പ് എന്താന്നറിയാമോ? വലിയൊരു ഏയും അതിന്റെ ചുറ്റിനും. അതങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് മുതലേ പിന്നെ അതിനോടാ താല്പര്യം. ഒക്കെ പോട്ടെ, പിള്ളേര് വലുതാവുമ്പോഴെങ്കിലും ഈ വെളുവേട് മാറുമെന്ന് വിചാരിച്ച്. ആ കൊച്ചു വലുതായപ്പോഴേ അത് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അത് ചോദിച്ചു ഭൂട്ടാന്റെ തലസ്ഥാനം എന്താന്ന്. അപ്പൊ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു നോക്ക്. എന്താണോ പറഞ്ഞത്? റംബൂട്ടാൻ. ഈ വെളിവുകേടിനാണ് മാമൻ ബുദ്ധിയുണ്ട് ഭയങ്കര, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞത്. നീ എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞോ? കഴിഞ്ഞു. അല്ല, നീ എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്ത് കാര്യം പറയാന്ന്? എന്റെ കുറ്റങ്ങളും കുറവുകളും നീ മാമനോട് പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ കുറ്റങ്ങളും കുറവുകളും ഞാൻ മാമനോടൊന്ന് പറയട്ടെ. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? എനിക്കൊരു വിഷമവും ഇല്ല. എനിക്ക് കുറ്റങ്ങളും കുറവുകളും ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാതെ പോയത്.